ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു കസവ് ഷോളിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിനായിട്ട് ഞാൻ മിറർ ഫ്രെയിം, അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഷുഗർ ബീഡ്സിൻ്റെ വൈറ്റ് കളറും മിറർ ബീഡ്സുമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ചൊരു ചെയിൻ സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം മിറർ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. മിറർ ഞാൻ 2 വലിപ്പത്തിലുള്ളത് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ള ഒരെണ്ണം, അതിലും വലിപ്പം കൂടിയ ഒരെണ്ണം. ആദ്യം ചെറിയ ഫ്രെയിമാണ് ഒട്ടിക്കുന്നത്. ഞാൻ പല കളറ് ഫ്രെയിംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രെയിമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. ആദ്യം ഇതിൻ്റെ സീക്വൻസ് പാർട്ട് ഒട്ടിക്കുക. അതിന് മുകളിലായിട്ട് ഫ്രെയിം. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഷുഗർ ബീഡ്സ് തയ്ച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ഇടവിട്ട് ഷുഗർ ബീഡ്സ് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടവിട്ട് നമുക്ക് ഈ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്നത് പോലെ ഒന്ന് ഫുള്ള് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം.
ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഈ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ നേരത്ത് ഇത് ഈ ചെയ്യാൻ പോകുന്ന ക്ലോത്ത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ലൂസായി പോവും. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫിനിഷിങ്ങിൽ ഇത് കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്കിനി ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നടുക്കായിട്ട് ഒരു ചെറിയൊരു സ്റ്റെമ്മും 2 ലീഫും വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു ഓറഞ്ച് കളർ എംബ്രോയ്ഡറി നൂല് തന്നെ, നമ്മൾ സാധാരണ 6 പിരിയുണ്ട് ഒരു എംബ്രോയ്ഡറി നൂലിൻ്റെ അകത്ത്. ഇങ്ങനെയുള്ള ഒരു എംബ്രോയ്ഡറി നൂലിൻ്റെ അകത്ത് 6 പിരിവായിട്ട് വരും. അതിൽ ഒരെണ്ണമേ ഇതിന് എടുത്തിട്ടുള്ളൂ, സിംഗിളായിട്ടുള്ളത്. കട്ടിക്ക് ചെയ്യണമെന്ന്, നല്ല തിക്കായിട്ടുള്ള വർക്ക് കിട്ടണമെന്നുള്ളവർക്ക് ഇത് ഫുൾ ലെയറും എടുത്ത് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കുത്തിയെടുത്ത് തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ കറക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഈ ചെയിൻ്റെ അകത്തൂടെ പിന്നെയും കുത്തിയെടുക്കുക. ഒത്തിരി നീളത്തിൽ കുത്തിയെടുക്കരുത്, അന്നേരം അപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ചെയിൻ കിട്ടത്തില്ല. ഈ ലീഫിനും ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അഥവാ ഇങ്ങനെ കുറച്ചുകൂടെ തിക്കായിട്ട് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്താലും മതി. ഞാൻ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുത്തിയെടുത്തിട്ട് അടുത്ത ലീഫിൻ്റെ അവിടെ കുത്തി ഇതേ സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഷുഗർ ബീഡ്സും മിറർ വർക്കും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇത് ക്ലിയർ അല്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. കുറേ ഫ്രോക്കിലും ഡിസൈൻസിലും ഒക്കെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് തന്നെ ഞാൻ ഈ സൈഡിൽ ചെയ്തിരിക്കുന്ന മിറർ അതിൻ്റെ തന്നെ വേറെ കളറാണ് ഈ ഷോളിൻ്റെ 2 സൈഡിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ ഇത്രയും വീതിക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും സെയിം ഞാൻ കാണിച്ചു തന്ന അതേ സ്റ്റിച്ചാണ്. അതിൽ റെഡ് ആൻഡ് ഗ്രീന്, പിന്നെ ചെറുതായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച്. അങ്ങനെ ഒരു കളർ വ്യത്യാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഈ 2 സൈഡിലും, അതായത് ഇവിടെ 2 അറ്റത്തും
ഈ കളറുകൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു കളറും വരും. അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തെടുത്തത്. ഇങ്ങനെ നമുക്ക് എന്തോരം വലുപ്പത്തിൽ വേണമെങ്കിലും സാരിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ബോർഡറിൽ അല്ലെങ്കിൽ മുന്താണിയിൽ ഒക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.